അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുകയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇതാ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചു വന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്ത് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ വിചാരിച്ച് കണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും കിച്ചണിൽ കയറേണ്ടി വരുമല്ലോ ആ ഒരു 5:30 ടൈമിൽ. അപ്പോൾ ഒരു ക്യാരറ്റ് കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ചൊക്കെ എന്തൊക്കെ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ പിന്നെ ഓഫീസിൽ പോകുന്നതും പിന്നെ നമ്മൾ പറഞ്ഞേക്കുന്നതും ഒക്കെയാണ് വീഡിയോയിലുള്ളത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. അപ്പോൾ ഏതായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് വിടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുക. ഇത് എപ്പോഴും പറഞ്ഞത് എന്താ, ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് അറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് കേക്കിക്കാട് തൊലിയൊക്കെ കളഞ്ഞ് കേക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണ്ട് ഞാൻ മിക്സ് ജാറിലേക്ക് ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ പൊടിക്കാൻ വേണ്ടി പോയി. ഇപ്പോൾ പൊടിക്കലും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഒരു പാൻ അടുപ്പത്ത് വെക്കുക കേട്ടോ. ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ ഞാൻ ഇപ്പോൾ അടുപ്പത്ത് വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഏതായാലും ഒരു കോവയ്ക്കും കൂടി കട്ട് ചെയ്യട്ടെ കേട്ടോ. കുറച്ച് കോവയ്ക്കും കൂടി എടുത്ത് കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ജിതുമോനെ ഞാൻ എടുത്തത് ക്യാരറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. ഇടയിൽ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അങ്ങനെ കോവക്ക കട്ട് ചെയ്യലും കഴിഞ്ഞു. പിന്നെ അതാണ് ഞാൻ നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. തലേന്ന് ഞാൻ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു. അപ്പം പെട്ടെന്നൊരു പച്ചരി കൊണ്ടൊരു നെയ്ച്ചോറാകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെക്കട്ടെ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എന്താണ്, പിന്നെ എനിക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനും അവൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെയാണ് പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ആയിട്ടുള്ളത്. പിന്നെ കറിയൊന്നും വേണ്ട കേട്ടോ. കറിയൊന്നും ഇവിടെ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ട് കറി ഉണ്ടാക്കാറില്ല. എനിക്ക് ടൈമും കിട്ടാറില്ല. അപ്പോൾ അവൾക്ക് വേണ്ട വിചാരിച്ചു. അങ്ങനെ ഞാനിതാ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ടു. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ചൊരു സവാളിൻ്റെ ഒരു ബാക്കി കഴിഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബാക്കി ഞാൻ കാണാതെ കിടന്നത് കുറച്ച് ബാക്കിയില്ല സവാളേൻ്റെ ഒരു കഷ്ണം ചേർത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്തി കൊടുത്തു. പിന്നെ അതാ നമ്മൾ പൊടിച്ചിട്ട് ചെറുതായിട്ടൊക്കെ പൊടിച്ചെടുത്ത് ക്യാരറ്റും ചേർത്തി കൊടുക്കട്ടോ. അബദ്ധം പറ്റിപ്പോയി എന്നാണ് തോന്നുന്നത്. എന്താ വെച്ചാലും ആദ്യം ക്യാരറ്റ് പിന്നെ പൊടിക്കാനൊന്നും പോയിട്ടില്ലല്ലോ, സോറി ക്യാരറ്റല്ല കോവക്ക. ആദ്യം അത് വേവിച്ചിട്ടാകണ്ടേ ഇത് ഇട്ടത് പിന്നെ തോന്നിട്ടോ. ഏതായാലും ഇപ്പം ഇത് ഇട്ട് കൊടുക്കുക. ഇനി നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാകത്തിന് ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് കോവക്ക കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടെ. എന്നിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. മിനുവിനാണെങ്കിൽ നേരം വൈകാനും പാടില്ല, നേരം വൈകും പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ചായ ആയിട്ടില്ല എന്നാൾ വിചാരം. അപ്പോൾ പിന്നെ നെയ്ച്ചോറാക്കി വെച്ചതുകൊണ്ട് പിന്നെ അപ്പം അങ്ങനെ കുറേ അപ്പത്തിന് ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചായയും കടിയൊക്കെ പെട്ടെന്നായിട്ടോ. അപ്പോൾ അതാ നമ്മൾ ക്യാരറ്റ് ചൂടായതിന് ശേഷം, ക്യാരറ്റ് ഒന്ന് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോവയ്ക്കും കൂടി ചേർത്തി കൊടുക്കട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തേങ്ങയും കൂടി അരച്ചതിലേക്ക് ചേർക്കാണ്ട് ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പ് മുളക് പൊടി ചേർത്തിട്ട് നന്നാക്കിയിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ചേർത്തിക്കണം, എന്തൊക്കെ പറയുന്നതാവോ. ഏതായാലും അപ്പോഴിതാ ഉപ്പ് ചേർക്കുന്നുണ്ട്, മുളക് പൊടി ചേർക്കുന്നുണ്ട്. നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ കിടന്നുണ്ട് കുക്കായിക്കോട്ടോ. അത് ഞാൻ അടച്ച് വെക്കുക. കഴിഞ്ഞാൽ അപ്പോഴേക്കും വേറെ എന്തെങ്കിലും പരിപാടി എടുക്കണം കേട്ടോ. അപ്പോൾ അത് മുളക് പൊടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാല ബോക്സൊക്കെ ഓപ്പൺ ആക്കിയിട്ട് മുളക് പൊടി കൂടി ചേർത്തി കൊടുക്കട്ടെ. അപ്പോഴേക്കും ഇനി കുറച്ച് തേങ്ങ ചിരകി വെക്കണം. ഇതിലേക്ക് തോരനാക്കിയിട്ട് ഉണ്ടാക്കുന്നത്. ക്യാരറ്റും കോവയ്ക്കൊക്കെ ചേർത്തിട്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഒരു ഉപ്പേരിയാവുന്നൊരു വെറൈറ്റി ആവട്ടെ വിചാരിച്ചു. ഇങ്ങനെയൊന്നും ഞാൻ രാവിലെ ഒന്നും തേങ്ങ ചിരകിയില്ല ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പം അതിനില്ല പിന്നെ ഒരു കൂടൂല. അപ്പോൾ മദ്രസൊക്കെ ആകുമ്പോൾ തന്നെ കൊടുത്തേക്കണം. അങ്ങനെയൊക്കെയാണ് ഏതായാലും കാര്യങ്ങൾ കേട്ടോ. പെട്ടെന്ന് ആകൂല. പിന്നെ 7:20 ആകുമ്പോഴേക്ക് എല്ലാം ആക്കി കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതായിട്ട് പെട്ടെന്ന് ആകൂല. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഒക്കെ ആക്കാൻ ഒരു ചില ദിവസം ഒരു മടി ഉണ്ട് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അവൾക്ക് ഞാനല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ കേട്ടോ. പിന്നെ അതേക്ക് എന്തെങ്കിലും ഉപ്പേരി വേണം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉപ്പേരി ഒന്നും ഞാൻ പിന്നെ ഉണ്ടാക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടാവില്ല. അവൾക്ക് എല്ലാം വേണ്ടി വരും. ഓരോരോ വസുവാസിന് ഇങ്ങനെ നിന്ന് കൊടുക്കേണ്ടി വരിക.
ഫുഡൊക്കെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ. എന്താ വെച്ചാൽ അവൾ കൊണ്ടുപോകില്ല. പക്ഷേ എന്താ ഇതിനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഞാൻ കൊണ്ടുപോകുന്നതാണല്ലോ അവൾ കാണുന്നത്. എനിക്ക് ആദ്യത്തെ സമയത്ത് എനിക്ക് 7:20 എല്ലാം ഇങ്ങനെ പാത്രത്തിലേക്ക് ആക്കണം. പിന്നെ ചോറ് ഉപ്പേരി ഒക്കെ എനിക്കിങ്ങനെ ഇതേപോലെ ആക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇമ്മച്ച് ഏതായാലും ചോറ് കൊണ്ടുപോകില്ല, അപ്പോൾ ഞാനും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഓൾക്കും തന്നെ സ്കൂളത്തെ ചോറ് വേണ്ട കേട്ടോ. അങ്ങനെയാണ് ഓൾക്ക് ഇതിങ്ങനെ ശീലമായിപ്പോയി. അങ്ങനെ താ ഞാൻ പിന്നെ മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അവൻ ജിതുമോൻ എന്തോ എന്തിനപ്പോൾ വന്ന് അസ്സലാം പറയാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. മെച്ചി അസ്സലാമു അലൈക്കും പറയാണ്. അപ്പോൾ അത് കാണിച്ചു തരാൻ വിചാരിച്ച് വന്നത്. അങ്ങനെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചായയും നെയ്ച്ചോറും കൊടുക്കട്ടെ. പിന്നെ അതിക്ക് എന്തെങ്കിലുമൊക്കെ ഉപ്പേരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പ്ലാനിങ്ങൊക്കെ തെറ്റിയിട്ട് പിന്നെ ടൈം കിട്ടാതെ പിന്നെ അവൾക്ക് യൂണിഫോം സ്റ്റിക്ക് ഇടാണ്ടായിരുന്നു. അത് ഇടാൻ അയച്ചില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ നമ്മളെ ക്യാരറ്റ് ഉപ്പേരി അവിടെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങ മതി കേട്ടോ. അതിന് കുറച്ച് ചിരകി എടുക്കാനല്ലേ ടൈമുള്ളൂ. ആ ഒരു ടൈമിന് പെട്ടെന്ന് എല്ലാം ആവില്ല. അതിൻ്റെ എന്താ പെട്ടെന്ന് ആവാത്തത് വെച്ചാൽ ജിതുമോന് ചിലപ്പോൾ ഓരോരോ സൂര്യക്കേടാവും. അതുകൊണ്ടാണ് കേട്ടോ ആവാത്തത്. അല്ലാതെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ കിച്ചണിൽ വന്നുകാണ്ട് എന്താ പറയുക ജിതുമോനാണ്ട് എടുക്കണം എല്ലാം. ഇന്ന അയക്കൂല. ഓനയക്കോ ചട്ടിക്ക് വെച്ചെടുക്കാൻ ഞാൻ ഇട്ടോളാം ക്യാരറ്റ് അങ്ങനെ ഇട്ടോളാം ഇങ്ങനെ ഇട്ടോളാം. ഇന്നങ്ങനെ വന്നിട്ടൊന്നുമില്ല. പക്ഷേ ഓനതങ്ങനെ 5:30 ആ ഒരു സുബീൻ്റെ നേരത്തെ എടുത്ത് വന്നാൽ പിന്നെ കുറച്ച് നേരം എടുക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഒക്കെ ആടെ എല്ലാ ടൈമൊക്കെ തെറ്റിട്ടോ. ഒന്ന് പേച്ച ഒക്കെ പേക്കും. അങ്ങനെ അങ്ങനെയൊക്കെ തെറ്റി അങ്ങനെ പോയി. ഏതായാലും ആ ഇതിൽ കാട്ടിക്കൂട്ടുന്നതാണ് കേട്ടോ അതൊക്കെ. അങ്ങനെ നമ്മൾ എന്താ ക്യാരറ്റ് ഉപ്പേരിക്ക് കുറച്ച് തേങ്ങ ചിരക്കി കൊടുത്തു. അപ്പോൾ കുറച്ച് മിക്സി ജാർക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഒന്ന് കുറുകിയാണ് വരട്ടോ. അങ്ങനെ വിചാരിച്ചു. അപ്പോൾ തേങ്ങ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കാൻ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇനി പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ എന്താണ് മിക്സി ജാറിൽ നിന്ന് കിട്ടാതിരുന്നപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതുകൂടി ഇങ്ങനെ മുഴുവനായിട്ടാണ് ഒഴിച്ചു കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറുകി വന്നിട്ട് നമുക്കിത് ഒന്നും കൂടി അടച്ച് വെക്കട്ടോ. അടച്ച് വെക്കുക. അപ്പോൾ അവിടെ കടന്ന് കുക്കായിക്കോളും. അപ്പോൾ തേങ്ങ നല്ല തളിച്ചേറി വിചാരിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പാകത്തിന് എരും എന്താണ് ഉപ്പൊക്കെ ഇങ്ങനെ ചേർക്കുമ്പോൾ പാകമാണെന്നൊക്കെ നോക്കുക. ക്യാരറ്റും കോവയ്ക്കും മിക്സ് ചെയ്തിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോരനൊക്കെ നല്ല കറക്റ്റായിട്ട് സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പോൾ അതാണ് പിന്നെ മോളെ ബോട്ടിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. ഒരു ബോട്ടിൽ വെള്ളം അവൾക്കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഓള് കൊണ്ടാനും വേണ്ടിയാണ് വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയാട്ടോ. ഞാൻ അങ്ങനെ കൊടുത്തയച്ച് വിടാനല്ലാതെ എൻ്റെ ഒരു സങ്കടം കൊണ്ട് കൊടുത്തേക്കാന്നല്ലോ. അതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടോ. എത്ര പറഞ്ഞാലും അവിടെ കേൾക്കൂല. പലതും പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറയാനല്ലാതെ കുടിക്കൂല. ചില ദിവസം കൊണ്ടുപോകലില്ല. അന്ന് നല്ല ദാഹമിക്കാലോ. അങ്ങനെ ഞാൻ പിന്നെ മോളെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ഉപ്പേരിയൊക്കെ റെഡിയാക്കട്ടെ കേട്ടോ. ചോറ് ഞാൻ ഊറ്റിയെടുത്തിട്ട് വേണം റൈസ് കുക്കറിലാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ എനിക്ക് റൈസ് കുക്കറിലാണ് എന്താണ് വെക്കാൻ കഴിയട്ടോ. പിന്നെ വിറകടുപ്പൊക്കെ പുറത്താണുള്ളത്. ഇപ്പോൾ 5:30 ടൈമിനൊന്നും പുറ തീ കൂട്ടാൻ ഏതായാലും പോകാറില്ല. കുറച്ച് വെളുക്കട്ടെ വിചാരിച്ചാൽ നടക്കും. പക്ഷേ ഇപ്പോൾ ഒന്ന് കുറച്ച് വെളുപ്പാകണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ കൂട്ടില്ല. ആദ്യമൊക്കെ അങ്ങനെ 7:20 പോകുമ്പോഴേക്കൊക്കെ ഞാൻ 6 മണിക്ക് തന്നെ അവിടെ തീയൊക്കെ പിടിപ്പിച്ച് വെക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തൊന്നും വീടിടാൻ കഴിയലുമില്ല, ഇടലില്ല. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എന്തോ നേരത്തെ നിന്നാണ്ട് തോന്നിയതാണ് കേട്ടോ. ഒന്ന് വീഡിയോ ഇട്ടൊക്കെ കുറേ ദിവസമായിരുന്നു. എപ്പോഴും ഇപ്പോൾ കഴിയൂലല്ലോ വിചാരിച്ചു. ഒന്ന് ഇട്ടൊക്കെ വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ റൈസ് കുക്കറിൽ വെച്ച ചോറ് ഞാൻ അവളെ എന്താണ് ലഞ്ച് ബോക്സിലേക്ക് ചേർത്തി കൊടുത്തു. ഇനി ഈ ഉപ്പേരിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കും. പിന്നെ കറി അവൾക്ക് കൂട്ടൂലാന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണ്. ചിലപ്പോൾ ടൈമില്ലെങ്കിലും ഞാൻ ചിലപ്പോൾ ഇവിടെ രാവിലത്തെ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ കൊണ്ടുപോകും കേട്ടോ. ആ ഒരു ടൈമേ ഉണ്ടാവുള്ളൂ. പിന്നെ കുട്ടീൻ്റെ ജഗപോക പരിപാടിയും കാര്യങ്ങളൊക്കെ കയറും. അവന് എന്തെങ്കിലും വാതിൽ തുറന്നാൽ പിന്നെ അവൻ പുറത്ത് കൂടിയൊക്കെയാണ് പോവുക. അതുകൊണ്ട് പിന്നെ അതും ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ മിന്നക്കുട്ടിൻ്റെ വിചാരമാണെങ്കിൽ ഞാൻ ഒന്നും ആക്കി വെച്ചിട്ടില്ല എന്നാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒരു ടൈമിൽ ചിലതൊന്നും ആവാറില്ല. ഒന്നാമത് ജിതുമോന് അങ്ങനെ ഓരോരോ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉള്ള പാത്രത്തേക്കൊക്കെ ആക്കി വെച്ച് പിന്നെ ജനവാതിലും ഇതൊക്കെ തുറക്കട്ടെ വിചാരിച്ചിട്ടോ. അങ്ങനെ വിങ്ങലും കുമ്പലൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി ഒന്നൊക്കെ ഏതാണ്ട് വെളിച്ചം വെക്കട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ തുറന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജനവാതിൽ തുറന്ന് നോക്കുമ്പോഴും ജിതുമോനെ തുറക്കണം. അപ്പോൾ പിന്നെ തുറന്നിട്ട് പിന്നെ അതേമാതിരി ഞാൻ അടിച്ചിടും വേണ്ട. അപ്പോൾ ഞാൻ വേറെ ജനൽ പോയി അപ്പോൾ അത് അടിച്ചെടുത്തുകൊണ്ട് ഓൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടട്ടെ വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഇവിടുത്തെ വാതിലൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അവൾ ഇങ്ങനെ മാറ്റി ഒരുങ്ങി പോകാൻ കേട്ടോ. ബാഗിൽ ഞാൻ എന്തെങ്കിലും എടുത്തുവെച്ചതോ എന്തെങ്കിലുമൊക്കെ മറന്നിക്കണം നോക്കുകയാണ്. അന്നത് ബസ് ഫീ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തേച്ച് വിട്ട് അതൊക്കെ അതിൽ തന്നെ ഇല്ലേ എന്നൊക്കെ നോക്കിയത്. തലേന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇല്ലേ എന്നുള്ളൊരു സംശയം തീർത്തതാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തെത്തിട്ടോ. മുറ്റത്തെത്തി. അങ്ങനെ അവൾ കാത്തിക്കാണ്.
അയലോക്കത്തെ കുട്ടീനെ കാത്തിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ജിതുമോനാണെങ്കിലും അവന് ആഗ്രഹിച്ച് ഒരുപാട് കാലം മുമ്പ് ആഗ്രഹിച്ചു, ഒരാഴ്ച 2 ആഴ്ച മുമ്പ് കുറേ ദിവസം ആഗ്രഹിച്ചൊരു സാധനം അവൻ്റെ കയ്യിൽ തന്നെ കിട്ടിട്ടോ. എന്താ വെച്ചാൽ കുറച്ച് നേരം മുള്ളൻ ചക്ക അങ്ങനെ ഓന് പുറത്തു കൂടെ പോയപ്പോൾ കിട്ടിയതാണ്. ഓന് ആഗ്രഹിച്ച് കൊതിച്ച് സാധനം അവൻ്റെ കയ്യിൽ തന്നെ കിട്ടി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അവനെ എങ്ങനെ കണ്ടു കിട്ടിയെന്നൊന്നും അറിയില്ല. പിന്നെ നോക്കുമ്പോൾ അവൻ്റെ കയ്യിൽ മുള്ളൻ ചക്കയിട്ടിട്ട് വരുന്നത്, നല്ല പഴുത്ത് നല്ല മുള്ളൻ ചക്കയായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ അതങ്ങനെ കട്ട് ചെയ്ത് അവന് കഴിക്കാനൊക്കെ കൊടുത്തിട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി കേട്ടോ. സാധാരണ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ എന്തൊക്കെയൊരു കയ്പ്പൊക്കെ വരലുണ്ട് കേട്ടോ. കറിക്ക് വെക്കുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ എന്തോ ഒരു ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചതഞ്ഞ് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റിലെ മുള്ളൻ ചക്കിനെ ഞാൻ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റാണ് അതിൻ്റെ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ജിതുമോൻ അത് കൊണ്ടുപോയി. പിന്നെ അത് മിറാജിൻ്റെ സ്പെഷ്യലായിട്ട് ഉമ്മമ്മ ഉണ്ടാക്കിന നെയ്യപ്പയിന് കേട്ടോ. ഇതുണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് ഉമ്മ ഉണ്ടാക്കിയതായതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാനാണെങ്കിൽ ഓഫീസിലും അല്ലേ, ഞാൻ വരുമ്പോഴേക്കൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞ് ഞാൻ അരിക്ക് വെള്ളത്തിലിട്ട് പോയി കേട്ടോ. ഉമ്മാനോട് പറഞ്ഞാൽ ചിലപ്പോൾ ഉമ്മ മറന്നു നിന്നൊക്കെ വരും അരിക്ക് വെള്ളത്തിലിട്ടൊക്കെ വേണ്ടി പറഞ്ഞാൽ. അപ്പം ഞാൻ ഇട്ടച്ച് പോയി. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് വരുമ്പോൾ എന്തെങ്കിലും പിന്നെയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാകുമല്ലോ. അങ്ങനെ മിറാജിൻ്റെ സ്പെഷ്യൽ നെയ്യപ്പം സൂപ്പർ ടേസ്റ്റി അപ്പാണ് കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഉമ്മ ഉണ്ടാക്കിയ റെസിപ്പി ഇപ്പം എങ്ങനെയാ വെച്ചാൽ എന്താന്ന് അറിയില്ല കേട്ടോ. എന്തൊക്കെ കാട്ടിക്കുട്ടി ഉണ്ടാക്കി തന്നെ ആയതായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പോഴിതാ ഞാനങ്ങനെ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിനെ കേട്ടോ അപ്പൊക്കെ. ഇത് ഇങ്ങനെ ഈ ഒരു ദിവസമൊന്നും എനിക്കാണെങ്കിൽ എവിടെയും പോകുന്നത് ഇഷ്ടമില്ല. എനിക്കൊരു വീഡിയോ ഒക്കെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതാണ് ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ താല്പര്യം കേട്ടോ. എനിക്ക് ഒട്ടും ഓടിയും പോകാൻ താല്പര്യമില്ലാത്തൊരു ദിവസമാണ്. പക്ഷേ കാരണം യൂട്യൂബൊക്കെ തുടങ്ങിയാൽ അങ്ങനെ ജിതുമോന് കിട്ടിയ മുള്ളൻ ചക്ക ഉണ്ടോ. അപ്പോൾ അതങ്ങനെ അവന് കഴിക്കാൻ വേണ്ടിയിട്ട് കീറി കൊടുത്തതാണ്. ഇപ്പോൾ ഞാനിവിടെ ഓഫീസിലെത്തിട്ടോ. അപ്പോൾ ഓഫീസിൽ ഇങ്ങനെ ഇരുന്നപ്പോൾ എടുക്കുന്നത് വീഡിയോ ഉണ്ട്. അപ്പോൾ നമ്മളെ ഓഫീസാണിത്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ എഡിറ്റ് ചെയ്തതിൻ്റെ ഇടയിൽ ഇങ്ങനെ തോന്നിയതാണ് കേട്ടോ. അപ്പം ഇവിടെ ഓഫീസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഓഫീസ് കേട്ടോ. ഇതാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇവിടെ ഒരു 6-7 റൂമിലെ ഓഫീസാണ് കേട്ടത്. അപ്പോൾ ഞാനിവിടെയാണ് ഇരിക്കുന്നത്. അപ്പുറത്ത് അക്കൗണ്ടൻ്റ് ഉണ്ട്. അങ്ങനെ 7 റൂമുണ്ട് കേട്ടോ. പിന്നെയുള്ള റൂമുകളിലൊക്കെ കുറച്ച് ഫയലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ ഇൻഷാ അല്ലാ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പെട്ടെന്ന് എനിക്ക് കൂടിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാ അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.